ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ അല്ല ചെയ്യുന്നത്, പകരം നിങ്ങൾ ഒരുപാട് പേര് കുറേ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ചില റെസിപ്പികളിലൊക്കെ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് ഒരേ ഡൗട്ട്സ് തന്നെ ആയിരിക്കും പലരും ചോദിക്കുന്നത്. അപ്പം കമൻറ്റ് ഞാൻ മറുപടി കൊടുക്കുമ്പോൾ പലർക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല ആ ഒരു മറുപടി. കാരണം ചിലപ്പോൾ ഞാൻ മറന്നും പോകാറുണ്ട്. ചിലപ്പോഴാണെങ്കിൽ ഒരുപാട് കമൻറ്റിന് മറുപടി ഒരു വലിയ കമൻറ്റായിട്ടൊക്കെ എനിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ചുരുക്കിയായിരിക്കും എഴുതുന്നത്. അപ്പോൾ ചിലരൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഡൗട്ട്സ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് പലപ്പോഴും കമൻസിന് വ്യക്തമായ രീതിയിൽ കറക്റ്റ് സമയത്ത് മറുപടി കൊടുക്കാൻ സാധിക്കാറില്ല. വളരെയധികം വിഷമമുണ്ട് അതിൻ്റെ ആ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് റെസിപ്പികളുള്ള ഡൗട്ട്സ് ഞാനൊന്ന് ക്ലിയർ ചെയ്യുവാണ്. എൻ്റേതായ രീതിയിലും മാക്സിമം വിശദീകരിച്ചാണ് പല റെസിപ്പികളും ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും സ്റ്റെപ്സുകൾ വിട്ടുപോവുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു പോവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ കമൻസിൽ അത് പിൻ ചെയ്തിടാറുണ്ട്. എന്നാലും ചിലർക്കാണെങ്കിൽ ചെറിയ സംശയങ്ങൾ പോലും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ തെറ്റല്ല, എല്ലാവർക്കും എല്ലാം അങ്ങ് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് ഓരോ റെസിപ്പിയുടെ ആ സംശയങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചില, അതായത് കോമൺ ആയിട്ടുള്ള സംശയങ്ങളാണ് എടുത്ത് പറയുന്നത്, കമൻസിൽ ചോദിക്കുന്നത്. ഇപ്പം ലിവർ ഫ്രൈ ഏറ്റവും കൂടുതൽ പേര് നമ്മുടെ ഉപ്പുമാങ്ങയിൽ ട്രൈ ചെയ്ത റെസിപ്പിയാണ് ലിവർ ഫ്രൈ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡൗട്ട്സ് ചോദിച്ചിരിക്കുന്നത് ഏത് ലിവറാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ അകത്ത് ഞാൻ ചിക്കൻ ലിവറാണോ ബീഫ് ലിവറാണോ മട്ടൺ ലിവറാണോ ഉപയോഗിച്ചതെന്ന് പറയാൻ വിട്ടുപോയതാണ് പ്രധാന കാരണം. 3 ലിവറും നല്ലതാണ്, പക്ഷേ ചിക്കൻ്റെ ലിവറിനെക്കാട്ടിലൊക്കെ ടേസ്റ്റ് ഉള്ളത് ബീഫിൻ്റെ ലിവറിനാണ്. ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബീഫ് ലിവറാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ബീഫ് ലിവർ അല്ലെങ്കിൽ എന്ത് ലിവറായാലും എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടതെന്ന്. അപ്പം ലിവർ കഴുകി വൃത്തിയാക്കാൻ സാധാരണ നമ്മൾ മീറ്റ് കഴുകി വൃത്തിയാക്കുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ആ ലിവറിനൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, ബ്ലഡിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പലർക്കും പിടിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് വിനാഗിരി ഒഴിച്ച് ഒന്ന് കഴുകാൻ പറഞ്ഞിരുന്നു. അതുപോലെ ചെയ്താൽ മതി. വിനാഗിരി ഒഴിച്ചൊന്നും ഒരു നോൺ വെജും കുറേ നേരം വെച്ചിരിക്കല്, ഒന്നിലതിൻ്റെ ടേസ്റ്റും പോവും, സോഫ്റ്റൊക്കെ ആകുമായിരിക്കും. പക്ഷേ വിനാഗിരിയുടെ അംശമൊക്കെ നമ്മുടെ വയറ്റിൽ കൂടുതലായി എത്താൻ അതൊരു കാരണമാകും. കാരണം അച്ചാറെന്ന് പറയുമ്പോൾ നമ്മൾ വല്ലപ്പോഴേ കഴിക്കുന്നുള്ളൂ, എപ്പോഴും കഴിക്കുന്നതല്ല. നോൺ വെജൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ പല ദിവസങ്ങളും നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ എല്ലാ നോൺ വെജും ഇങ്ങനെ വിനാഗിരി ഉപയോഗിച്ച് കഴുകി അതിൻ്റെ അകത്ത് സോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ വിനാഗിരിയുടെ അംശം നമ്മുടെ വയറ്റിൽ പല സമയങ്ങളിലായിട്ട് ചെന്ന് അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അത് അധികം യൂസ് ചെയ്യാതിരിക്കാൻ നല്ലത് വിനാഗിരി. അതുകൊണ്ട് വിനാഗിരി ഒഴിച്ച് പെട്ടെന്ന് തന്നെ കഴുകി മാറ്റുക ചെയ്യേണ്ടി, വിനാഗിരി ഒഴിച്ച് വെച്ചേക്കണ്ട. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ബീഫ് ഉലർത്തിയതിൻ്റെ അകത്ത് ഞാൻ കായ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സാമ്പാർ കായമാണോ ബീഫ് ഉലർത്തിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കായം എന്നാണ് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സാമ്പാർ കായം തന്നെയാണ്. സാമ്പാർ ചേർക്കുന്ന പോലെ വലിയ കഷ്ണമൊന്നുമല്ല, ഒരു ചെറിയ കഷ്ണമാണ് അതിൽ ചേർക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. മീൻ വറക്കാൻ അല്ലെങ്കിൽ നാടൻ മുളകിട്ട മീൻ കറിയിൽ, അതുപോലെ ചിക്കൻ കറി നാടൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ, നാടൻ ബീഫ് ഫ്രൈ, ബീഫ് കറി, ബീഫ് ഉലർത്തിയത്, ബീഫ് റോസ്റ്റിൻ്റെ അകത്തെല്ലാം ഒരു ചെറിയ കഷ്ണം കായ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടുത്ത സംശയം, ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് ഗോതമ്പ് പൊടി ചൂടാക്കുമെന്നൊന്ന് ചോദിച്ചു. ഗോതമ്പ് പൊടി ചൂടാക്കി ചെയ്യുവാണെങ്കിലാണ് ഗോതമ്പ് പുട്ടിന് പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരുപാട് ബാച്ചിലേഴ്സ് ചേർന്ന് ഹിറ്റാക്കി മാറ്റിയ ഒരു റെസിപ്പിയാണ് 3 ദിവസം കൊണ്ടുണ്ടാക്കുന്ന മുന്തിരി വൈൻ. അപ്പോൾ പലർക്കും ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ മുന്തിരി വൈൻ 3 ദിവസം കൊണ്ടുണ്ടാക്കുന്നതിന് ടേസ്റ്റ് കാണുമോ, ഇത് ശരിയായി കിട്ടുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആ കമൻസിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ 3 ദിവസം 40 ദിവസം അതുപോലെ 10 ദിവസമൊക്കെ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 21 ഡേയ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെല്ലാം വെച്ച് ടേസ്റ്റ് വരുന്നൊരു വൈനെന്ന് പറഞ്ഞാൽ ഈ 3 ഡേയ്സ് വൈനാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രഷർ കുക്കറിൽ അതിങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അതിൻ്റെ തന്നെ സ്പൈസസിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ ഈ വൈനിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് അതിൻ്റെ ടേസ്റ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാണോ ഈ വൈൻ ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചു പോകും, അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഈ വൈനിൽ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡൗട്ട് ഞാൻ ഓർക്കുന്നത്,
ഇത് ഉണ്ടാക്കിയിട്ട് ഉടനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു. ഏത് വൈനായാലും ഉടനെ തന്നെ നമ്മൾ നല്ല ക്ലോസ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എയർ കിടക്കാതെ ടൈറ്റായിട്ട് വെക്കുമ്പോഴേ എയർ കിടക്കാതെ അത് പ്രഷർ മൂലം പൊട്ടിപ്പോകും. കാരണം അവിടെ ആക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അതേസമയം നിങ്ങൾ നല്ലൊരു വട്ടമുള്ള ഇച്ചിരി വലിയൊരു കുപ്പിയിൽ കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ അത് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ എന്നിട്ടൊരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ കുപ്പികളിലോട്ട് മാറ്റാവുന്നതാണ്. പിന്നെ ഈ വൈനിൻ്റെ വീര്യം കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈനിൻ്റെ വീര്യം കുറഞ്ഞു പോയാൽ ഗോതമ്പ് മണി കഴുകിയിട്ട് അത് ഉണക്കിയതിന് ശേഷം അത് നമുക്കൊരു ചെറിയ വെള്ള തുണി കിട്ടത്തില്ല, ആ തുണിക്കകത്ത് പൊതിഞ്ഞ് കുഞ്ഞു കുഞ്ഞു കിഴി കെട്ടി അതിനകത്ത് ഇട്ടിരുന്നാൽ മതി. ചെറിയ കുപ്പിയിൽ വൈനിട്ടാലും നമുക്ക് ചെറിയ തുണി വെച്ച് ചെറിയ കിഴി കെട്ടി എന്നിട്ടിട്ടാലും വീര്യം കൂടും. പിന്നെ മധുരം കൂടിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന്. അപ്പം അതിപ്പം നമുക്ക് നിങ്ങൾ ഇടുന്നതിന് മുമ്പേ ചിന്തിക്കണമായിരുന്നു. നിങ്ങൾ വാങ്ങിക്കുന്ന ഗ്രേപ്സിൻ്റെ മധുരത്തെ അനുസരിച്ചിരിക്കും നിങ്ങളിടേണ്ട പഞ്ചസാരയുടെ അളവ്. ഇപ്പം 1 കിലോ ഗ്രേപ്സിന് 1 കിലോ പഞ്ചസാര ഇടുവാണെങ്കിൽ ഭയങ്കര മധുരമായിപ്പോവും. ഒരു 3/4 കിലോ പഞ്ചസാരയൊക്കെ ഇട്ടാൽ മതി. ഇനി അഥവാ കുറച്ച് പഞ്ചസാര കൂടിപ്പോയാലും കുഴപ്പമില്ല. അത് ഇരുന്നിരുന്നിരുന്ന് കാലപ്പഴക്കം വന്നു അതായത് കാലപ്പഴക്കം ഉദ്ദേശിച്ച് ദിവസങ്ങളിങ്ങനെ കഴിയും തോറും അതിൻ്റെ മധുരം കുറഞ്ഞ് അത് ആൽക്കഹോൾ ആകുമ്പോൾ കറക്റ്റ് ആ ഒരു വൈനിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് വരും. അപ്പോൾ നമുക്ക് മധുരം ഒരുപാടാവാതെ നല്ല വൈനായിട്ട് തന്നെ കിട്ടും. പിന്നെ ചിലരുടെ വൈന് പൂത്തു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചീത്തയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ വൈൻ ഉണ്ടാക്കാഞ്ഞിട്ടാണ്. നല്ല സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിലും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വേണം അത് യൂസ് ചെയ്യാൻ. ചൂടുവെള്ളത്തിൽ കഴുകുകയൊക്കെ ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ഒത്തിരി പോപ്പുലറായ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട്. ആ ചിക്കൻ ഫ്രൈയിൽ നാരങ്ങാനീര് പുരട്ടിയതിന് ശേഷം അത് വീണ്ടും കഴുകണമെന്ന് ചോദിച്ചവരുണ്ട്. അതും കുറേ പേര് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ആ ഭാഗം ചിലർക്ക് ക്ലിയർ ആവാഞ്ഞിട്ടായിരിക്കും. നാരങ്ങാനീര് പുരട്ടുന്നത് ആ നാരങ്ങയുടെ നീരിൻ്റെ ആ ഒരു അംശം, ഒരു ചെറിയ പുളി നമ്മുടെ ചിക്കനിൽ വരാനല്ലേ. അപ്പോൾ നമ്മളതെടുത്ത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ആ ടേസ്റ്റ് അങ്ങ് പോയില്ലേ. അതുകൊണ്ട് നാരങ്ങാനീര് പുരട്ടിയതിന് ശേഷം ഒരിക്കലും അത് കഴുകേണ്ട കാര്യമില്ല. ഇനി ഞാൻ 75 പേർക്കുള്ള ബിരിയാണിയുടെ ഒരു റെസിപ്പി ഇട്ടായിരുന്നു. അപ്പം അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നതും എങ്ങനെ 75 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും, ഇത് 10 പേർക്കേ ഉള്ളല്ലോ 15 പേർക്കേ ഉള്ളല്ലോ എന്നുള്ളത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആരും ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു തെറ്റാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരുമിച്ച് ചിക്കൻ വറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുറ്റത്തെ അടുപ്പിൽ കുറച്ച് ചിക്കൻ വറുത്തു, പകുതി ചിക്കൻ പുരയ്ക്കകത്ത് വറക്കുവാനും ചെയ്തു. ഞാൻ ആ ഇൻട്രോയിൽ എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കിയ സമയമായപ്പം ഒരു ചിക്കൻ റെഡിയായി, മറ്റേ ചിക്കൻ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും ഉച്ചയ്ക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ചിക്കൻ റെഡി ആയതിലോട്ട് മസാല അങ്ങ് മിക്സ് ചെയ്യാൻ അണ്ടിപ്പരിപ്പ് പേസ്റ്റും അതും ഇതുമെല്ലാം ചേർക്കുമായിരുന്നു, പുതിനയൊക്കെ ചേർക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ചേർത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൂടെ കൊണ്ടുവന്ന് അത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വീണ്ടും എൻ്റെ എമൗണ്ട് കൂടി, ആ ചിക്കൻ്റെ എമൗണ്ട് കൂടി 16 ചിക്കൻ്റെ പീസസും അതിൽ വന്നിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ പറ്റിപ്പോയതാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അങ്ങനെയൊന്ന് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ബൾക്കായിട്ടൊരു വലിയ റെസിപ്പി ചെയ്യണം, ഒരു കുഴിമന്തി വല്ലതും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ കാലിൻ്റെ വേദന കൊണ്ടും പിന്നെ അതുപോലെ പുറത്ത് അടുപ്പ് കത്തിക്കുന്നതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ആദ്യം വന്ന സമയത്തൊക്കെ. അങ്ങനെ ഞാൻ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇച്ചിരിയോടൊക്കെ ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ അമ്മ സ്റ്റൈൽ ഗ്രീൻ പീസ് കറിയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് തേങ്ങാപ്പാലില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന്. തേങ്ങാപ്പാലില്ലെങ്കിൽ നിങ്ങൾക്ക് പശുവിൻ പാൽ ചേർത്താലും അതേപോലെ തന്നെ കിട്ടും. പിന്നെ ഒരുപാട് നേരിട്ട് ചൂടാക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന പല കറികളിലും നമുക്ക് പശുവിൻ പാൽ മറ്റൊരു ഓപ്ഷനാണ്. പിന്നെ പപ്പ ഉണ്ടാക്കിയിരിക്കുന്നൊരു ബീഫ് ഫ്രൈ ഉണ്ട്. അത് 1,00,000-നടുത്ത് പേര് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാം. നമ്മുടെ നാടൻ ബീഫ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ പപ്പയുടെ ആ ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ മറ്റൊരു സംശയമുണ്ട് ചിലർക്ക്, അത് മട്ടൻ കറിയെക്കുറിച്ചാണ്. കുക്കറിലുണ്ടാക്കുന്ന മട്ടൻ കറി. അപ്പോൾ കുക്കറിൽ മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ ഇത്രയും മിനിറ്റ് ആണോ എടുക്കുന്നത്, 1 മണിക്കൂറെങ്കിലും എടുക്കില്ലേ, ഈ ഒരു ടേസ്റ്റ് കിട്ടുമോ, ഗ്രേവി ഇത്രയും വേണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. കുക്കറിലുണ്ടാക്കുന്ന മട്ടൻ കറി
ഞാൻ പറഞ്ഞിരിക്കുന്ന ആ കറക്റ്റ് അത്രയും സമയം മതി. അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ചില മട്ടനൊക്കെ ഒട്ടും വെള്ളം ഇറങ്ങാത്ത മട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു 1/4 കപ്പ് വല്ലതും വെള്ളം ചേർത്താൽ മതി. അതുപോലെ ഇത് വെച്ചിട്ട് നിങ്ങളങ്ങ് പോകരുത്. വിസിലടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഓഫാക്കണം. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മട്ടൻ കറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ തോന്നുന്നത് നിങ്ങൾ അതിൻ്റെ ചെയ്തിരിക്കുന്ന കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കണം. അത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളാണ്. ഞാനീ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്തൊരു അടിപൊളി റെസിപ്പിയെ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.